ഹായ് ഗായ്സ്, നമുക്കൊന്ന് അമ്പലത്തിൽ പോയി വന്നാലോ? മനസ്സ് വല്ലാതെ പതറുന്ന സമയത്ത് ഞാൻ ഓടിച്ചെന്ന് ദൈവത്തെ കാണാറാണ് പതിവ്. പരാതികളൊക്കെ പറഞ്ഞ് അതിന് എത്രയും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു വരും. പക്ഷേ അല്ലേ, ഞാനിങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. പക്ഷെ പറഞ്ഞാൽ അറിയില്ല നിങ്ങൾ വിശ്വസിക്കുമെന്ന്. പക്ഷേ ഉണ്ട്. അങ്ങനെ ഞാൻ റെഡിയൊക്കെ ആയി. എനിക്കാണെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ ചുരിദാറിട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലേ മുതലേ ഇങ്ങനെ മറ്റുള്ളവർ ഇങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഞാൻ കുതിച്ച് ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അന്നത്തെ ഒരു സ്വപ്നമാണല്ലോ ഇപ്പം ഞാനിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. സോ ഇതാണ് ചുരിദാർ. പക്ഷേ ഈ ചുരിദാർ എൻ്റെ അല്ല കേട്ടോ, എൻ്റെ അമ്മയുടെയാണ്. അങ്ങനെ ഞാനിങ്ങനെ റെഡിയായി ഇറങ്ങിയപ്പോൾ എൻ്റെ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് കൂട്ടുകാരി വന്ന് എൻ്റെ കൂടെ നിൽക്കുന്നു, എൻ്റെ അമ്മ. ഞാൻ അങ്ങനെ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരാളാണ്. കാരണം ഇങ്ങനെ ഒരാളെ കിട്ടിയത് ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കാണുന്നത്. അതായത് ഞാനും എൻ്റെ ചേച്ചി. അങ്ങനെ പറഞ്ഞ് നമ്മളിത് അമ്പലത്തിലെത്തി. ഇതാണ് ഞങ്ങളുടെ കാവ്. ഇവിടെ എത്തിയൊന്നിങ്ങനെ മനസ്സ് നിറയെ തൊഴുത്ത് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത സുഖമാണ്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതായത് വിശ്വാസം ഉണ്ടെങ്കിൽ മനസ്സിന് എപ്പോഴും ഒരു കരുത്തുണ്ടാകുന്ന അത് തന്നെ. നമുക്ക് വല്ലാത്തൊരു സന്തോഷവും ഒരു സമാധാനമൊക്കെ തോന്നും. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഒരു ചേട്ടൻ കൊണ്ടുവന്ന് പ്രസാദമൊക്കെ തന്നു. അപ്പം തന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ഇങ്ങനെ നിമിത്തങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അതുപോലുള്ളൊരു വിശ്വാസമാണ് അമ്പലങ്ങളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ പൂജാമുറിയിൽ കയറിയ ശേഷം മാത്രമേ വേറെ എന്ത് കാര്യവും ചെയ്യാൻ പാടുള്ളൂ. അതായത് ഒന്ന് കയറി ഒന്നുകൂടെ ദൈവത്തെ ഒന്ന് കണ്ട് ആഗ്രഹങ്ങളൊക്കെ ഒന്നുകൂടെ സഫലമാക്കി തരണമെന്ന് പ്രാർത്ഥിച്ച ശേഷം മാത്രം വീടെത്തിയത്. നമ്മൾ ചെന്നപ്പോൾ വിളക്ക് വെച്ചു. മനസ്സിന് ഈ സമാധാനം നൽകിയ ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.